മനുഷ്യ മനസ്സിന്റെ അറിയപ്പെടാത്ത ഏടുകളിലേക്കും നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും മൂടിവെക്കപ്പെടുന്ന സങ്കീർണമായ പെരുമാറ്റ രീതികളിലേക്കും വെളിച്ചം വീശുന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതീവ ഗൗരവമേറിയതും എന്നാൽ കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതുമായ ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ സ്ത്രീകളോട് ചില പുരുഷന്മാർക്ക് ഒരു പ്രത്യേക ആകർഷണമോ താല്പര്യമോ തോന്നുന്നത്? ഇതൊരു വെറും കൗതുകമാണോ, അതോ ഇതിനു പിന്നിൽ ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ടോ? പലപ്പോഴും ഇത്തരം ആകർഷണങ്ങൾ ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ തുടങ്ങി പിന്നീട് വലിയ കുടുംബ തകർച്ചകളിലേക്കും ആത്മഹത്യകളിലേക്കും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മാനസിക സംഘർഷങ്ങളിലേക്കും വഴിമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പുരുഷൻ തന്റെ ദാമ്പത്യത്തിന് പുറത്തുള്ള, പ്രത്യേകിച്ച് വിവാഹിതയായ മറ്റൊരു സ്ത്രീയിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്ന മനഃശാസ്ത്രപരമായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും ഇത്തരം വഴിതെറ്റലുകൾ സമൂഹത്തെയും വ്യക്തിജീവിതത്തെയും എങ്ങനെ ബാധിക്കുമെന്നും ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. ഒന്നാമത്തെ കാരണം പക്വതയുടെയും സ്ഥിരതയുടെയും ആകർഷണമാണ്. അവിവാഹിതരായ പെൺകുട്ടികളെ അപേക്ഷിച്ച് വിവാഹിതരായ സ്ത്രീകൾക്ക് ജീവിതാനുഭവങ്ങൾ വളരെ കൂടുതലായിരിക്കും. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളും പ്രതിസന്ധികളും നേരിട്ട് കണ്ടവരായതുകൊണ്ട് തന്നെ അവരുടെ സംസാരത്തിലും ഓരോ ചെറിയ പെരുമാറ്റത്തിലും ഒരു പ്രത്യേക പക്വതയും ആത്മവിശ്വാസവും പ്രകടമായിരിക്കും. പല പുരുഷന്മാരെയും പെട്ടെന്ന് ആകർഷിക്കുന്നത് ഈ ഒരു പക്വതയാണ്. എന്നാൽ ഇവിടെ നാം ഗൗരവമായി തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പക്വതയും സൗമ്യതയും അവർ തൻ്റെ കുടുംബം കെട്ടിപ്പടുക്കാനും മക്കളെ വളർത്താനും ജീവിത പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ്. ഒരു സ്ത്രീയുടെ മാന്യമായ പെരുമാറ്റത്തെയോ സ്നേഹപൂർണമായ പെരുമാറ്റത്തെയോ തനിക്ക് അനുകൂലമായ ഒന്നായി കാണുന്നത് പുരുഷ മനസ്സിന്റെ വലിയൊരു ദൗർബല്യമാണ്. മറ്റൊരാളുടെ പക്വതയെ ബഹുമാനിക്കുന്നതിനു പകരം അതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് ധാർമ്മികമായി വലിയൊരു ചതിക്കുഴിയാണ്. ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസത്തെ സ്വന്തം സ്വാർത്ഥതയ്ക്കായി വ്യാഖ്യാനിക്കുമ്പോൾ തകരുന്നത് ആ സ്ത്രീയുടെ മാന്യത കൂടിയാണ് എന്ന് പുരുഷൻ മറന്നുപോകുന്നു. രണ്ടാമത്തെ കാരണം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള സ്വാർത്ഥമായ ഒളിച്ചോട്ടമാണ്. പല പുരുഷന്മാരും വിവാഹിതരായ സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നത് ഒരുതരം ഉത്തരവാദിത്വമില്ലായ്മയിൽ നിന്നാണ്. ഒരു അവിവാഹിതയുമായി ബന്ധം തുടങ്ങുമ്പോൾ അവിടെ വിവാഹം, കുടുംബം, പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കൽ തുടങ്ങിയ വലിയ വാഗ്ദാനങ്ങൾ നൽകേണ്ടി വരും. എന്നാൽ വിവാഹിതയായ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ അത്തരം പുതിയ ഉത്തരവാദിത്തങ്ങളോ സാമൂഹികമായ സമ്മർദ്ദങ്ങളോ ഉണ്ടാവില്ലെന്ന് പുരുഷൻ തെറ്റായി കണക്കുകൂട്ടുന്നു. സ്വന്തം ശാരീരികമോ മാനസികമോ ആയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ ഭദ്രമായ ജീവിതമോ കുടുംബമോ തകർന്നാലും തനിക്കൊന്നുമില്ലെന്ന സ്വാർത്ഥതയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇത് സ്നേഹമല്ല, മറിച്ച് കേവലം ചൂഷണമാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയമുള്ള, മാനസികമായി വളർച്ചയെത്താത്ത പുരുഷന്മാരാണ് പലപ്പോഴും ഇത്തരം കുറുക്കുവഴികൾ തേടിപ്പോകുന്നത്. ഇത് രണ്ട് ജീവിതങ്ങളെ ഒരേപോലെ നരകത്തിലേക്ക് തള്ളിവിടുന്ന പ്രവൃത്തിയാണ്. മൂന്നാമത്തെ കാരണം രഹസ്യാത്മകത നൽകുന്ന മിഥ്യാവേശമാണ്. മനഃശാസ്ത്രപരമായി മനുഷ്യർക്ക് എപ്പോഴും ലഭിക്കാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ സമൂഹം വിലക്കിയ കാര്യങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം ജന്മനാ ഉണ്ടാകാറുണ്ട്. ഇതിനെ ഫോർബിഡൻ ഫ്രൂട്ട് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. മറ്റൊരാളുടെ പങ്കാളിയോട് തോന്നുന്ന ആകർഷണം ഒരുതരം വിനാശകരമായ ആവേശമാണ്. ബന്ധം അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടി വരുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന അഡ്രിനാലിൻ റഷ് പലരെയും ലഹരി പോലെ വഴിതെറ്റിക്കുന്നു. എന്നാൽ ഓർക്കുക, ഈ താൽക്കാലിക ആവേശവും മിഥ്യാസുഖവും അവസാനിക്കുന്നത് വലിയൊരു കുടുംബ ദുരന്തത്തിലായിരിക്കും. ഒരു നിമിഷത്തെ രഹസ്യസുഖത്തിനായി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച അന്തസ്സും കുടുംബത്തിന്റെ സമാധാനവും പണയം വെക്കുന്നത് ബുദ്ധിയല്ല. ഈ ആവേശം കെട്ടടങ്ങുമ്പോൾ ബാക്കിയാകുന്നത് വെറും അപമാനവും നഷ്ടബോധവും മാത്രമായിരിക്കും. നാലാമത്തെ കാരണം സുരക്ഷിതത്വം എന്ന വ്യാജമായ ചിന്താഗതിയാണ്. വിവാഹിതയായ സ്ത്രീക്കും സ്വന്തമായി അന്തസ്സും സമൂഹത്തിൽ സ്ഥാനവും കുടുംബവും ഉള്ളതുകൊണ്ട് അവർ ഒരിക്കലും ഈ ബന്ധം പുറത്തു പറയില്ല എന്ന് പുരുഷൻ അമിതമായി വിശ്വസിക്കുന്നു. തനിക്ക് സാമൂഹികമായ ഒരു ഭീഷണിയും ഉണ്ടാകില്ലെന്ന ഈ സേഫ് സോൺ ചിന്താഗതി പുരുഷന് തെറ്റായി ധൈര്യം നൽകുന്നു. എന്നാൽ സത്യങ്ങൾ എപ്പോഴെങ്കിലും പുറത്തു വരുമ്പോൾ തകരുന്നത് കേവലം ഒരു വ്യക്തിയല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങളുടെ സമാധാനവും അനേകം മനുഷ്യരുടെ വിശ്വാസവുമാണ്. ഒളിച്ചു വെക്കുന്ന ഓരോ ചതിയും പിന്നീട് വലിയൊരു സ്ഫോടനമായി മാറുമെന്നും അത് ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളെയും ചാമ്പലാക്കുമെന്നുമുള്ള തിരിച്ചറിവ് ഇത്തരം പുരുഷന്മാർക്കുണ്ടാകേണ്ടതുണ്ട്.
രഹസ്യങ്ങൾ ഒരിക്കലും ശാശ്വതമല്ല എന്ന സത്യം ഇവർ മറന്നുപോകുന്നു. അഞ്ചാമത്തെ കാരണം കരുതലും സ്നേഹവും തേടിയുള്ള യാത്രയാണ്. വിവാഹിതരായ സ്ത്രീകളിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരെ പരിഗണിക്കാനും സ്നേഹിക്കാനുമുള്ള സ്വാഭാവികമായ കഴിവ്. സ്വന്തം ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയിൽ നിന്ന് വേണ്ടത്ര സ്നേഹം ലഭിക്കുന്നില്ല എന്ന് പരാതിയുള്ള പുരുഷന്മാർ ഈ കരുതലിൽ പെട്ടെന്ന് വീണുപോകുന്നു. മറ്റൊരാളുടെ ജീവിതത്തിലെ സ്നേഹം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു യഥാർത്ഥ പരിഹാരമല്ല. സ്വന്തം ദാമ്പത്യത്തിലെ വിടവുകൾ പങ്കാളിയുമായി സംസാരിച്ച് നികത്താൻ ശ്രമിക്കുന്നതിനു പകരം മറ്റൊരു സ്ത്രീയുടെ തണൽ തേടി പോകുന്നത് ധാർമ്മികമായി വലിയ പതനമാണ്. സ്നേഹം എന്നത് പങ്കുവയ്ക്കേണ്ട ഒന്നാണ്, അല്ലാതെ മറ്റൊരാളുടെ കുടുംബത്തിൽ നിന്ന് അപഹരിക്കേണ്ട ഒന്നല്ല. ഇത്തരം സ്നേഹം തേടലുകൾ ഒടുവിൽ വഞ്ചനയിലാണ് അവസാനിക്കുന്നത്. ആറാമത്തെ കാരണം ലൈംഗികമായ വികലമായ മുൻവിധികളാണ്. വിവാഹിതരായ സ്ത്രീകൾ ശാരീരിക ബന്ധങ്ങളിൽ കൂടുതൽ അറിവുള്ളവരായിരിക്കുമെന്ന വികലമായ ധാരണ പല പുരുഷന്മാരെയും അവരിലേക്ക് ആകർഷിക്കുന്നു. ഇതൊരു വൈകാരിക ബന്ധത്തെക്കാൾ ഉപരിയായി കേവലം ശാരീരികമായ ഒരു ആഗ്രഹമായി പലപ്പോഴും ഒതുങ്ങാറുണ്ട്. ഒരു സ്ത്രീയെ കേവലം ലൈംഗിക സംതൃപ്തിക്കുള്ള ഒരു വസ്തുവായി കാണുന്ന ഈ മനസ്ഥിതി പൗരുഷമല്ല, മറിച്ച് മ്ലേച്ഛമായ ചിന്താഗതിയാണ്. ഇത്തരക്കാർക്ക് ബന്ധങ്ങളിലെ ആത്മീയതയോ വിശുദ്ധിയോ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുകയില്ല. കേവലം ശാരീരിക സുഖത്തിനു വേണ്ടി പവിത്രമായ കുടുംബ ബന്ധങ്ങളെ ബലി കഴിക്കുന്നത് മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ്. ഇത്തരം താൽപ്പര്യങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ മാനസികമായ തകർച്ചയ്ക്ക് കാരണമാകും. ഏഴാമത്തെ കാരണം വൈകാരികമായ ആശ്വാസം കണ്ടെത്താനുള്ള വഴിതെറ്റിയ ശ്രമമാണ്. സ്വന്തം ദാമ്പത്യത്തിലോ തൊഴിലിടത്തോ നേരിടുന്ന കഠിനമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പുരുഷന്മാർ മറ്റൊരു സ്ത്രീയുടെ പിന്തുണ തേടുന്നു. താൻ ഇപ്പോഴും ആകർഷണീയനാണെന്നും സ്നേഹിക്കപ്പെടുന്നുണ്ടെന്നും ആരോടെങ്കിലും തെളിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. സ്വന്തം വീടിനുള്ളിൽ ലഭിക്കാത്ത അംഗീകാരം പുറത്തുനിന്ന് ലഭിക്കുമ്പോൾ അവർ അതിലേക്ക് കൂടുതൽ അടുക്കുന്നു. എന്നാൽ ഈ വൈകാരിക പിന്തുണ തേടൽ പിന്നീട് ഒരു വലിയ കെണിയായി മാറുന്നു. സ്വന്തം പ്രശ്നങ്ങളെ ധീരമായി അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഭീരുക്കളാണ് ഇത്തരം വഴിവിട്ട ആശ്വാസങ്ങൾ തേടി പോകുന്നത്. ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല, പകരം ജീവിതം കൂടുതൽ സങ്കീർണമാക്കുക മാത്രമേയുള്ളൂ. എട്ടാമത്തെ കാരണം ലളിതമായ ആശയവിനിമയമെന്ന ചതിക്കുഴിയാണ്. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ടവരായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളച്ചൊടിക്കാതെയും നാടകീയതയില്ലാതെയും സംസാരിക്കാൻ വിവാഹിതരായ സ്ത്രീകൾക്ക് കഴിയും. ഈ ഒരു ലാളിത്യത്തെയും അവരുടെ തുറന്ന പെരുമാറ്റത്തെയും പുരുഷൻ പലപ്പോഴും ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു. അവരോട് സംസാരിക്കാൻ എളുപ്പമാണെന്ന ചിന്ത അവരെ ചൂഷണം ചെയ്യാനുള്ള അവസരമായി പുരുഷൻ മാറ്റുന്നു. മാന്യമായ ഒരു സൗഹൃദത്തെ ചതിയുടെ വലയാക്കി മാറ്റുന്നത് അങ്ങേയറ്റം അപലനീയമാണ്. ഒരു സ്ത്രീ നൽകുന്ന സൗഹൃദത്തിന്റെ അർത്ഥം മനസ്സിലാകാതെ അതിനെ പ്രണയമായോ ലൈംഗിക താല്പര്യമായോ മാറ്റാൻ ശ്രമിക്കുന്നത് പുരുഷന്റെ മാനസിക വൈകല്യമാണ് കാണിക്കുന്നത്. ഒൻപതാമത്തെ കാരണം സാമ്പത്തികമായ സ്വാർത്ഥ ലാഭങ്ങളാണ്. അവിവാഹിതയായി ഒരു പെൺകുട്ടിയെ പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകളോ ചിലവുകളോ വിവാഹിതയായ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് ചില പുരുഷന്മാർ കണക്കുകൂട്ടുന്നു. സാമ്പത്തികമായി സ്വതന്ത്രരായ സ്ത്രീകളെ ലക്ഷ്യം വയ്ക്കുന്നത് ഒരുതരം പരാന്നഭോജിയുടെ മനസ്ഥിതിയാണ്. സ്നേഹത്തെ പണവുമായി തുലനം ചെയ്യുന്ന ഇത്തരം ബന്ധങ്ങൾ ഒരിക്കലും ആത്മാർത്ഥമായിരിക്കുകയില്ല. സ്വന്തം ആവശ്യങ്ങൾക്കായി മറ്റൊരാളെ ഉപയോഗിക്കുന്ന ഇത്തരം പുരുഷന്മാർ സമൂഹത്തിന് തന്നെ ഭാരമാണ്. സാമ്പത്തിക ലാഭം നോക്കിയുള്ള ഇത്തരം ബന്ധങ്ങൾ അധികകാലം നിലനിൽക്കില്ല എന്നു മാത്രമല്ല, അത് വലിയ നാണക്കേടിലേക്കും നിയമപരമായ പ്രശ്നങ്ങളിലേക്കും നയിക്കും. പത്താമത്തെ കാരണം വികലമായ ആത്മവിശ്വാസമാണ്. മറ്റൊരാളുടെ പങ്കാളിയെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നത് തൻ്റെ പൗരുഷത്തിന്റെ വലിയ വിജയമായി കാണുന്ന ചില പുരുഷന്മാരുണ്ട്. തൻ്റെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ മറ്റൊരാളുടെ സന്തോഷകരമായ ദാമ്പത്യം തകർക്കാൻ പോലും മടിക്കില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു ഗുരുതരമായ മാനസിക വൈകല്യമാണ്. മറ്റുള്ളവരുടെ തകർച്ചയിൽ സന്തോഷം കണ്ടെത്തുകയും താൻ ആരെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ളവനാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ സ്വഭാവം അത്യന്തം അപകടകരമാണ്. പൗരുഷം എന്നത് മറ്റൊരാളുടെ കുടുംബം തകർക്കുന്നതല്ല, മറിച്ച് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്നതിലാണ് എന്ന് ഇക്കൂട്ടർ തിരിച്ചറിയുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ 10 കാരണങ്ങളും ഒരു പുരുഷൻ എന്തുകൊണ്ട് വഴിതെറ്റുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാനാണ്. എന്നാൽ ഈ കാരണങ്ങളൊന്നും തന്നെ ഇത്തരം വഴിവിട്ട ബന്ധങ്ങളെ ന്യായീകരിക്കാൻ ഉപയോഗിക്കരുത്.
ഒരു നിമിഷത്തെ വൈകാരികമായ ആവേശത്തിനു വേണ്ടി കെട്ടിപ്പടുക്കുന്ന ഇത്തരം ബന്ധങ്ങൾ തകർക്കുന്നത് ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ ജീവിതം മാത്രമല്ല, അതിലൂടെ എന്നേക്കുമായി തകരുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കൂടിയാണ്. അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ ലോകമാണ് നിങ്ങൾ തകർക്കുന്നത്. വിശ്വാസ്യത ഒരിക്കൽ തകർന്നാൽ ആ കുടുംബത്തിന് പിന്നീട് ഒരിക്കലും പഴയ പ്രതാപത്തിലേക്കോ സന്തോഷത്തിലേക്കോ തിരിച്ചു പോകാൻ കഴിയുകയില്ല. ഒരു സ്ത്രീയെയും പുരുഷനെയും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് വെറും ശാരീരിക സുഖങ്ങളല്ല, മറിച്ച് പരസ്പരമുള്ള ആഴത്തിലുള്ള വിശ്വാസവും ആദരവുമാണ്. ഇത്തരം മോശമായ സാഹചര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരിയുമ്പോൾ നിങ്ങളുടെ പങ്കാളിയെയും നിങ്ങളെ വിശ്വസിച്ച് കഴിയുന്ന നിങ്ങളുടെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക. തെറ്റായ വഴിയിലൂടെ ലഭിക്കുന്ന സുഖം താൽക്കാലികമാണ്, എന്നാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖവും ആത്മനിന്ദയും അപമാനവും ജീവിതകാലം മുഴുവൻ നിങ്ങളെ വേട്ടയാടും. സ്നേഹവും വിശ്വാസവും സ്വന്തം ദാമ്പത്യത്തിൽ കണ്ടെത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുക. തെറ്റുകളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അനാവശ്യമായ അടുപ്പങ്ങളിൽ നിന്നും ബോധപൂർവം വിട്ടുനിൽക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുടുംബ ബന്ധങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.